ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളൊരു 5 വർഷം പിന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നു. ആദ്യം വന്ന ഹ്യുണ്ടായുടെ കോന EV ഉണ്ടായിരുന്നു, MGയുടെ ZS EV ഉണ്ടായിരുന്നു, ടാറ്റയുടെ നെക്സോൺ EVയും 2020 വന്നത്. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ആൻഡ് ടാറ്റയ്ക്കാണെങ്കിൽ തന്നെ വൈഡ് വെറൈറ്റി ഓഫ് റേഞ്ചിലുള്ള വാഹനങ്ങൾ അവൈലബിൾ ആണ്. എന്തായാലും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഇപ്പോൾ നമുക്ക് എത്ര വരെ മാക്സിമം ഡിസ്കൗണ്ട് കിട്ടും എന്നുള്ളതാണ്. നിങ്ങളും ചിലപ്പോൾ ഒരു ഇലക്ട്രിക് വണ്ടി കാശൊക്കെ ലാഭിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറൊരു പർപ്പസിനൊക്കെ വേണ്ടി എടുക്കാൻ ആലോചിക്കുന്നുണ്ടായിരിക്കും. കാശ് ലാഭിക്കുക എന്നുള്ളത് കുറച്ച് സബ്ജക്റ്റീവാണ്, നിങ്ങളെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. പുറത്ത് ഒരുപാട് ചാർജ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. മാത്രമല്ല നമ്മുടെ സോളാറുള്ള വീടുകളിൽ ആൾക്കാർക്ക് ഭയങ്കര ലാഭമാണെന്നൊക്കെ പറയുന്നതിൽ അതിൻ്റെ നിയമത്തിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. എനിവേ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കിപ്പോൾ ജസ്റ്റ് ഓഫേഴ്സിൽ മാത്രം ഫോക്കസ് ചെയ്യാം. ആദ്യം തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വിൽക്കുന്ന കാർ മേക്കറായ ടാറ്റ മോട്ടോഴ്സിൻ്റെ വാഹനങ്ങളെ പറ്റി പറയാം. ഇവർ ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വണ്ടികൾ വിൽക്കുന്നുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഇലക്ട്രിക് വണ്ടി MGയുടെ ആണ്. അത് വിൻസർ EV ആണ്. തീർച്ചയായും ടാറ്റയുടെ വണ്ടികൾക്ക് 2000, 3000 അതിനിടയിലൊക്കെ ആയിട്ട് സെയിൽ വരാറുള്ളൂ. വിൻസർ EV കഴിഞ്ഞ ദിവസം 4300 യൂണിറ്റ്സിനടുത്താണ് അവർ വിറ്റത്. വളരെ ഹൈ സെയിൽസ് ആയിരുന്നു. വിൻസർ EVയുടെ തന്നെ വന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഹൈസ്റ്റ് സെയിൽ അതാണ്. എനിവേ നമുക്കിപ്പം ടാറ്റയുടെ റേഞ്ച് പറയുകയാണെങ്കിൽ ഏറ്റവും റേഞ്ച് ടോപ്പിംഗ് ആയിട്ട് ഇപ്പം നിൽക്കുന്ന ഹാരിയർ EV ആണ്. അതിൻ്റെ താഴത്തായിട്ട് കർവ് EV, നെക്സോൺ EV, പഞ്ച് EV, ടിയാഗോ EV, അങ്ങനത്തെ ഈവൻ ടിഗോർ EV, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇവരുടെ ഡിസ്കൗണ്ട്സ് 40,000 മുതൽ 1 lakh വരെയാണ് മാക്സിമം പോകുന്നത്. ഓരോ വണ്ടി വെച്ച് അത് ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് അത് മാക്സിമം വരെയാണ് 1 lakh പറഞ്ഞിരിക്കുന്നത്. ഇത് ഒഫീഷ്യൽ ഡിസ്കൗണ്ട് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പോകുന്ന ഡീലർഷിപ്പ് അനുസരിച്ചും അതുപോലെ അവരുടെ ബാക്കിയുള്ള സ്റ്റോക്ക് അനുസരിച്ചൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാം. ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് പറയുന്നത് ടിയാഗോ EVയിലാണ്. അതിൻ്റെ അകത്ത് 1 lakh വരെ സെലക്റ്റഡ് മോഡൽസിൽ ഡിസ്കൗണ്ട് ഉണ്ട് എന്നാണ് പറയുന്നത് ടിയാഗോ EVക്ക്. സോ 1 lakh ഡിസ്കൗണ്ട് ടിയാഗോ EVക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് ആയിരിക്കും. അത് മിക്കവാറും എക്സ്ചേഞ്ച് ബോണസ്, ലോയൽറ്റി ബോണസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളോട് ചേർത്തിട്ടായിരിക്കും അത് കിട്ടുന്നത്. അല്ലാതെ നമുക്ക് സ്ട്രെയിറ്റ് ഓൺ ഫോർവേഡ് മറ്റേ ക്യാഷ് ഡിസ്കൗണ്ടായിട്ട് ആയിരിക്കില്ല 1 lakh വരുന്നത്. പ്രത്യേകിച്ച് ടാറ്റയുടെ ഇലക്ട്രിക് വണ്ടികൾക്ക് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ടല്ലോ ഇപ്പോഴും. ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ടാറ്റയുടെ വണ്ടികളാണ്. MGക്ക് ഉണ്ടെങ്കിൽ പോലും കൊമറ്റ് EV, വിൻസർ EV ആണ് മെയിനായിട്ടുള്ളത്. അതിൻ്റെ നടുവിൽ ഗ്യാപ്പ് തീർക്കാൻ ഇപ്പോൾ പഞ്ച് EV പോലെ അല്ലെങ്കിൽ നെക്സോൺ EV അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇല്ലല്ലോ. ഇനി അടുത്ത നമ്മുടെ ലിസ്റ്റിൽ കൂടുതൽ ഡിസ്കൗണ്ട് വരുന്നൊരു വാഹനം സിട്രോയിൻ്റെ E-C3 ആണ്. ഇവരിപ്പോൾ ഈ അടുത്തായിട്ട് സിട്രോയിൻ്റെ C3X എന്ന് പറഞ്ഞൊരു വണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പുതിയ സിട്രോയിൻ 2.0 സ്ട്രാറ്റജിയുടെ അണ്ടറിൽ വരുന്ന വണ്ടിയാണ്. നമ്മളിപ്പോൾ പറയുന്ന ഡിസ്കൗണ്ടഡ് ഇലക്ട്രിക് C3 എന്ന് പറയുന്നത് ഈ ഒരു അണ്ടറിൽ, അതായത് ഈ പുതിയ സ്കീമിൻ്റെ അണ്ടറിൽ വരുന്ന വണ്ടിയല്ല. 1.25 lakhs വരെ ഈ വാഹനത്തിൽ മാക്സിമം ഡിസ്കൗണ്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് പഴയ വണ്ടിയാണ്. ഇതിൻ്റെ അകത്ത് ഇതുവരെ മറ്റതിനകത്ത് വന്ന പോലെ അത്ര അപ്ഡേറ്റ്സ് വന്നിട്ടില്ല. അതായത് ഇപ്പം C3X എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വന്നു, പിന്നെ ഓട്ടോ ഡിമിങ് IRVMs വന്നു, ക്രൂസ് കൺട്രോൾ വന്നു, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ LED പ്രൊജക്ടർ, ഫോഗ് ലാംപ്സ് വന്നായിരുന്നു, 360° പാർക്കിംഗ് ക്യാമറ വന്നു, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വന്നു. ഈ വണ്ടി ഇപ്പോഴും അത്ര ഒന്നും ഫീച്ചേഴ്സ് ഇല്ലാതെ ഇത്തിരി ബേസിക് ആയിട്ടാണ് ഇരിക്കുന്നത്. 12.9 to 13.53 lakhs വരെയാണ് ഇതിന് പ്രൈസ് പോകുന്നത്. 1.25 ലക്ഷം വരെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ടാണ്. അതായത് നിങ്ങൾക്ക് ഏകദേശം ഒരു ടിയാഗോ EVയുടെ പ്രൈസിൽ തന്നെ അതിലും കൂടുതൽ റേഞ്ചുള്ള ഈ വണ്ടി വേണമെങ്കിൽ വാങ്ങാൻ പറ്റും. പക്ഷേ ഫീച്ചേഴ്സിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അവിടെ ചെറിയൊരു നെഗറ്റീവ് പോയിന്റ് വരുന്നത്. അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ കൺസിഡർ ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് കാലം കൂടെ വെയിറ്റ് ചെയ്ത് ഇതിൻ്റെ അപ്ഡേറ്റഡ് മോഡൽ വരുന്ന സമയത്ത് ഫീച്ചേഴ്സ് കൂടിയ മോഡൽ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന്. അതിനകത്ത് ഇത്രയും ഡിസ്കൗണ്ട് ഒന്നും കിട്ടില്ല. പക്ഷേ കുറച്ച് കാലം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഒരു 10,000-40,000 വരെയൊക്കെ മാക്സിമം ഡിസ്കൗണ്ട് കിട്ടുമായിരിക്കും. ഇത്രയും ഡിസ്കൗണ്ട് എന്തായാലും കിട്ടില്ല കേട്ടോ, അത് പ്രതീക്ഷിക്കരുത്. 1.25 വരെയൊക്കെ ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ ഇനി ഒരു വർഷം കൊണ്ട് കഴിയേണ്ടി വരും. ഓർ അറ്റ്ലീസ്റ്റ് 6 മാസമെങ്കിലും എടുക്കും വണ്ടി ഇറങ്ങിയിട്ട് അത്രയും ഡിസ്കൗണ്ട് ആവാൻ. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ഇന്ത്യയിൽ ഇപ്പം നന്നായിട്ട് തന്നെ പ്രസൻസ് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ വിൽക്കുന്ന കമ്പനിയായ MGയുടെ ഡിസ്കൗണ്ട് നോക്കാം. വിൻസർ EVക്ക് നല്ല സെയിൽ ഉള്ളതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ഒന്നും ഇല്ല. അതിപ്പോൾ നിങ്ങൾ ഡീലർഷിപ്പിലേക്ക് പോയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വേണമെങ്കിൽ എടുത്തോ അല്ലെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡാണ് അവർക്കുള്ളത്. സോ നമ്മൾ വിൻസർ EV എടുത്തില്ലൊക്കെ കണക്കാണ്. പക്ഷേ ZS EV, കൊമറ്റ് EV പിന്നെയും കുഴപ്പമില്ല. ZS EVക്ക് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. 2.5 lakhs വരെ മാക്സിമം ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. 15.5 to 18 lakhsനുള്ളിലാണ് ഡിസ്കൗണ്ടൊക്കെ ചേർത്ത് എൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ഏകദേശം വരുന്നത്. ആൻഡ് അത് അത്യാവശ്യം നല്ലൊരു പ്രൈസാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുമ്പോൾ. കാരണം ആ പ്രൈസിൽ വേറെ വണ്ടികളൊന്നും അങ്ങനെ കിട്ടുന്നില്ല. ആൻഡ് നമുക്ക് ഏകദേശം സിമിലർ പ്രൈസിൽ തന്നെയാണ് വിൻസർ പ്രോയും കിട്ടുന്നത്. സോ ഇതിൻ്റെ അകത്ത് അത്രയും ഫീച്ചേഴ്സ് ഇല്ല എങ്കിലും വണ്ടി SUV ആണ്. പിന്നെ കുറച്ചും കൂടെ ഒരു യൂറോപ്യൻ വണ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. മറ്റത് പക്ക ചൈനീസ് വണ്ടിയാണ് വിൻസർ EV. ഇത് പക്ഷേ അവർ വേറെ പല മാർക്കറ്റ്സിൽ UK കുറച്ച് ചീപ്പായിട്ട് വിൽക്കുന്നൊരു വണ്ടിയാണ്. ബട്ട് സ്റ്റിൽ അവിടുത്തെ ഒരു എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സ് ഒക്കെ വെച്ച് നിർമ്മിച്ചിരിക്കുന്നൊരു വണ്ടിയാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു സോർട്ടഡ് ആയിട്ടുള്ള വണ്ടിയാണിത് എന്ന് നമുക്ക് പറയാം.
പിന്നെ അതുപോലെ തന്നെയാണ് കൊമറ്റ് EV. ഐ മീൻ യൂറോപ്യൻ വണ്ടിയാണെന്നല്ല, ഇതും പക്ക ചൈനീസ് വണ്ടി തന്നെയാണ്. ഈ കൊമറ്റ് EV എന്ന് പറയുന്നത് വൂളിങ്ങിൻ്റെ എയർ EV ആണ്. വിൻസർ EV എന്ന് പറയുന്നത് വൂളിങ്ങിൻ്റെ ക്ലൗഡ് EV ആണ്. സോ ബേസിക്കലി രണ്ടും ചൈനീസ് വണ്ടികളാണ്. വൂളിംഗ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്തോനേഷ്യയിലാണെന്ന് വൂളിങ്ങിൻ്റെ പേരിൽ വിൽക്കുന്നത്. എനിവേ അതെന്തെങ്കിലും ആവട്ടെ, ഇതിനകത്ത് നമുക്ക് മാക്സിമം 50,000 to 60,000 വരെയുള്ള ഡിസ്കൗണ്ടാണ് കിട്ടുന്നത്. ഈ വണ്ടിയുടെ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി അത് അത്ര മോശം ഡിസ്കൗണ്ട് അല്ല. പിന്നെ നിങ്ങൾക്കൊരു സ്മോൾ സിറ്റി കാർ വേണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സെക്കൻഡറി വാഹനം ഓർ ഈവൻ തേർഡ് കാറായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ വണ്ടി വേണമെന്നൊക്കെ ഉണ്ട്, ഒക്കേഷണൽ ഓട്ടോ ഒക്കെ ഉള്ളെങ്കിൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണിത്. ബട്ട് ഇതൊരു പ്രോപ്പർ കാറായിട്ട്, അതായത് ഹൈവേ ഓട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതെടുക്കാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാരണം വണ്ടിയുടെ ഹാൻഡ്ലിങ് വളരെ മോശമാണ്, ഹൈവേയിൽ സ്റ്റെബിലിറ്റി കുറച്ച് മോശമാണ്. നമ്മളിപ്പോൾ പെട്ടെന്നൊരു ടേണൊക്കെ എടുക്കുകയാണെങ്കിൽ വീൽ സൈസ് ആകെ 12 ഇഞ്ചേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വണ്ടി റോൾ ഓവർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് സ്പീഡ് കയറുമെന്ന് 105 വരെയൊക്കെ കയറും, ബട്ട് സ്റ്റിൽ എന്തായാലും ഒരു ഹൈവേ ഡ്രൈവിന് അത്ര കംഫർട്ടബിൾ അല്ലത്. ഇനി നമ്മുടെ അടുത്ത വണ്ടി ഇന്ത്യയിലൊരു ബെസ്റ്റ് സെല്ലിംഗ് അബഫോമീറ്റർ SUV ആണ്. കുറേ കാലമായിട്ട് ഇത് തന്നെയാണ്. ഇൻഫാക്ട് ചില മാസങ്ങളിലെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി, അതായത് SUVകളുടെ കാറ്റഗറിയിലല്ല, മൊത്തത്തിൽ ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയും കറക്റ്റ് ആയിട്ടുണ്ട്, ഇത്രയും വില ഉണ്ടായിട്ട് പോലും. പക്ഷേ ഇതിൻ്റെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വണ്ടി വിൽക്കുന്ന അത്രയും അവർക്ക് ഇലക്ട്രിക് വണ്ടികൾ വിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെ ഡീലർ വൈസ് ഡിസ്കൗണ്ട് നോക്കുകയാണെങ്കിൽ മാക്സിമം 1 lakh വരെയൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബേസിക് ആയിട്ട് വരുന്ന 2 വേരിയൻസിലില്ല. ഇതിൻ്റെ ലോങ് റേഞ്ച് മോഡൽസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അതായത് ടോപ്പ് എൻഡ് വരുന്ന 2 ആണ് ലോങ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നത്. 51.4 kWh ബാറ്ററി പാക്ക് ഒക്കെ വെച്ച് അതെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം 1 lakh വരെ മാക്സിമം ഡിസ്കൗണ്ട് വരും എന്നാണ് പറയുന്നത്. ആൻഡ് ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നെസസറിയാണ്. കാരണം 28 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇതിന് ടോപ്പ് ആൻഡ് ഓൺ റോഡ് പ്രൈസ് പോകുന്നുണ്ട്. സോ അതെല്ലാം ഡിസ്കൗണ്ടും ചേർത്ത്, ബൈ ദ വേ ഇതും മൊത്തം ക്യാഷ് ഡിസ്കൗണ്ട് ആയിരിക്കില്ല കേട്ടോ, എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യും. നമ്മളിതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏത് വണ്ടിയുടെ ഡിസ്കൗണ്ട് ആണെങ്കിൽ പോലും ഫുള്ള് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. എല്ലാം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എക്സ്ചേഞ്ച് ബോണസ്, ലോയൽറ്റി ബോണസ്, പിന്നെ ക്യാഷ് ഡിസ്കൗണ്ട് കുറച്ചുണ്ടാവും, പിന്നെ വേറെ എന്തെങ്കിലും, അങ്ങനെ പല പല രീതിയിലുള്ള ഡിസ്കൗണ്ടുകളായിട്ടായിരിക്കും വരുന്നത്. ഇനി അടുത്തായി മഹീന്ദ്ര ഈ അടുത്ത കാലങ്ങളിൽ ഇറക്കിയതിൽ വെച്ച് അത്രയധികം ക്ലച്ച് പിടിക്കാതെ പോയ വണ്ടികളൊന്നായ XUV400 ഡിസ്കൗണ്ട് ആണ്. ഇതിനകത്ത് മാക്സിമം 2.5 to 3 lakhs വരെയുള്ള ഡിസ്കൗണ്ട് ആണ് 2024 ഇൻവെൻട്രിയിൽ കിടക്കുന്ന വണ്ടികളിൽ ഡീലേഴ്സ് ഓഫർ ചെയ്യുന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എഗൈൻ ഇതൊക്കെ ഡീലർ ടു ഡീലർ ഡിപ്പെൻഡ് ചെയ്യും, കമ്പനിയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഓഫർ അല്ല ഇത്. പിന്നെ അധികം ആൾക്കാരൊന്നും എടുക്കാത്തതുകൊണ്ട് ഇതിന് നല്ല ഡിസ്കൗണ്ട് കിട്ടും, അതാണ് വേറൊരു കാര്യം. ഈ അടുത്തല്ല, കഴിഞ്ഞ വർഷമായിട്ട് അവർ ചെറിയ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. 10.25 ഇഞ്ച് ഇൻഫോർടൈൻ സിസ്റ്റം, 10.25 ഇഞ്ച് ഇൻസ്റ്റോൺ ക്ലസ്റ്റർ, പിന്നെ അവിടെ ഇവിടെ ചെറിയ ടച്ചപ്പ് പരിപാടികളൊക്കെ ആയിട്ട്. പക്ഷെ എന്നാലും 3XOയുടെ അത്രയും മോഡേൺ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഈ വണ്ടിയിൽ കിട്ടുന്നില്ല. ആൻഡ് ഈവൻ റേഞ്ച് ആണെങ്കിൽ പോലും ലോങ് റേഞ്ച് മോഡലിൽ അത്ര വലിയ റേഞ്ച് ഒന്നുമില്ല. 45 kWh അടുത്തുള്ള ബാറ്ററി പാക്കൊക്കെ തന്നെ ഇതിൻ്റെ അകത്തും വരുന്നുള്ളൂ. സോ ഡിസ്കൗണ്ട് ഉണ്ട് 2.5 to 3 ലക്ഷത്തിന് അടുത്തൊക്കെ ആയിട്ട്. പക്ഷേ എടുക്കണമെന്ന് ചോദിച്ചാൽ മേ ബി ഞാനങ്ങനെ അത്രയും റെക്കമെൻഡ് ചെയ്യില്ല. മഹീന്ദ്രയുടെ തന്നെ പല വാഹനങ്ങളും നമുക്ക് വേറെ കിട്ടുന്നുണ്ട്. അത് ഇതിൽ ഒരുപാട് പ്രൈസ് കൊടുക്കണം, അത് വേറെ കാര്യം, ബട്ട് സ്റ്റിൽ നമുക്ക് കിട്ടും. അത് മാത്രമല്ല XUV3XO ബേസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക് വണ്ടി അവർ അധികം വേഗാതെ ഇറക്കും. അതിറക്കുമ്പോൾ എന്തായാലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടായിരിക്കും തീർച്ചയായും ഇറക്കുന്നത്. ഈ വണ്ടി പോലെ ആയിരിക്കില്ല. ഇനി നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാഹനം അത് കിയയുടെ ആണ്. ആൻഡ് ക്ലാവിസ് EV അല്ല, ഡെഫിനറ്റ്ലി അതിപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയിട്ടുള്ളൂ. കിയയുടെ EV6 ആണ്. EV6ൻ്റെ ഫേസ് ലിഫ്റ്റിലാണ് കേട്ടോ നമ്മൾ ഡിസ്കൗണ്ട് പറയുന്നത്. പഴയ വണ്ടിയിലും കിട്ടും, പക്ഷെ എന്തായാലും മാക്സിമം 10 ലക്ഷം രൂപ വരെയുള്ള ഡിസ്കൗണ്ടാണ് ഇതിൻ്റെ അകത്ത് ഡീലേഴ്സ് കൊടുക്കുന്നത്. അത് പിന്നെ ഈ വണ്ടി ഒട്ടും വിറ്റുപോകാത്തതുകൊണ്ടാണ്. വിറ്റുപോകുന്നില്ല ഇൻ ദ സെൻസ് കുഴപ്പമില്ല, പക്ഷേ അവർ വിചാരിക്കുന്ന അത്രയും കൊണ്ട് വിൽക്കാൻ പറ്റുന്നില്ല. ഇത് CBO ആണ്. 65.9 lakhs ആണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. അതിൻ്റെ അകത്ത് നിന്ന് 10 ലക്ഷം രൂപ എഗെയിൻ ക്യാഷ് ഡിസ്കൗണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടാവും. അതിൻ്റെ കൂടെ ഈ പറയുന്ന കോർപ്പറേറ്റ് ബോണസും അതുപോലെ എക്സ്ചേഞ്ച് ബോണസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടെ അടിച്ച് കയറി വരുമ്പോഴാണ് 10 ലക്ഷം രൂപ വരെയുള്ള മാക്സിമം ഡിസ്കൗണ്ട് അവർ പറയുന്നത്. അത് നല്ലൊരു ഡിസ്കൗണ്ടാണ് ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ ഇതിപ്പം പുതിയ ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടി ആകപ്പാട് GT ലൈനിൽ മാത്രമേ ഉള്ളൂ, അതായത് ഓൾ വീൽ ഡ്രൈവിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. പണ്ട് അവർ റിയർ വീൽ ഡ്രൈവ് ഒരു 5 ലക്ഷം രൂപ വില കുറച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി റിയർ വീൽ ഡ്രൈവ് ഐനിക് 5 ഉള്ളതുകൊണ്ട് മിക്കവാറും ആൾക്കാർ അത് നോക്കുകയാണെങ്കിൽ ഐനിക് 5 എടുക്കുകയുള്ളൂ. കാരണം അതിനേക്കാൾ ഓൾറെഡി വില കുറവാണ്. ഇപ്പോൾ പിന്നെ അഡീഷണൽ വില കൊടുത്ത് വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സ്റ്റിൽ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് വളരെ വലിയൊരു എമൗണ്ട് ആണ്. അങ്ങനെ വരുമ്പോഴേക്ക് 55 ലക്ഷം രൂപ എടുത്ത എക്സ്ഷോറൂം പ്രൈസ് കുറയും. ആൻഡ് മിക്കവാറും നിങ്ങൾക്ക് ഇത് 60-ന് താഴെയായിട്ടൊക്കെ ഓൺ റോഡ് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രൈസിൽ ഒരു EV നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണിത്. പിന്നെ ഡെഫിനറ്റ്ലി BYDയുടെ C9 അതൊക്കെ വരുന്നുണ്ട്. BYDയുടെ വണ്ടികളാണ് കേട്ടോ ഇതിലും കൂടുതൽ നമുക്ക് റോട്ടിൽ കാണാൻ പറ്റുന്നത്. ഞാൻ ഇഷ്ടംപോലെ BYDകൾ ഇപ്പോൾ നമ്മുടെ ഈ ഹൈവേയിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. എന്തായാലും ഈ വണ്ടികളിലെ ഡിസ്കൗണ്ട്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് കൂടെ ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.